ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ കുട്ടികളെയും കൊണ്ട് എടുക്കാമെന്നായിരുന്നല്ലേ. കുറേ കാലമായിട്ട് മക്കൾ പറയലുണ്ട് കേട്ടോ, പുഴ കാണാൻ പോകണം, പുഴ കാണാൻ പോകണമെന്ന്. അപ്പം നമ്മളിവിടെ കുറേ കാലമായിട്ട് പുഴ കണ്ടിട്ടൊന്നുമില്ല. എത്രയോ കാലം മുന്നേ പോയതാട്ടോ. എത്രയോ കാലം മുന്നേ പറഞ്ഞാൽ കെട്ടിക്കൊടുന്ന ആ കാലത്തൊക്കെ പോയതാണ്. അപ്പോൾ അടുത്തൊന്നും ഞാൻ പുഴയ്ക്ക് പോലില്ല. ഒന്നാമത് ഈ മക്കളെയൊക്കെ കൊണ്ടുകൊണ്ട് പുഴയ്ക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ എപ്പോഴും പറയും, ഇടത്തിൻ്റെ മക്കൾ വന്നാലും പറയും കുളം കാണാൻ പോവുക, പുഴ കാണാൻ പോവുക. ഇവിടെ പാടം തോടും കുളം പുഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് കാണുന്നതല്ലേ, നിങ്ങളൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ അവരെയും കൊണ്ടൊന്നാണ് പോയതാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ട് വൈകുന്നേരം പോയത്. അപ്പോൾ അതാക്കണ് അതിൻ്റെ ചോട്ടിലൊക്കെ കണ്ടോ, ജാതിക്കയൊക്കെയാണ് കേട്ടോ, ജാതിക്കന്മാരൊക്കെയാണ് നമ്മളെ പുഴവക്കത്തൊക്കെ കണ്ടില്ലേ, പോണ വഴിയാട്ടോ. പണ്ടൊക്കെ രാവിലെ എണീറ്റ് കണ്ട് പൊയ്ക്ക് പോകൂലേ, പായൊക്കെ ആക്കിയാണ്ട് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പോരൂലേ. ആ കുട്ടിയോട് സയ്യാ, കുട്ടിയോട് പോലട്ടാ, ചമ്മല് ചവിട്ടി വളക്കൂട്ടോ. ചമ്മല് വളക്കൂട്ടോ. പൊന്തിച്ച് ഞാന് പോയി. പൊന്നാര മക്കളെ, ഞാൻ അവിടെ ഒന്ന് കുത്തി മറിഞ്ഞ് പോണു കേട്ടോ. അതിലെ പോകാൻ വയ്ക്കൂലൊക്കെ ചതുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ. പണ്ടൊക്കെ നമ്മളെല്ലാവരും കുളിച്ചാൻ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിരുന്നില്ലേ, ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ. ഇപ്പം ആരും അങ്ങനെ വല്ലാതെ പോവലില്ല. അപ്പം ഒക്കെ ചതുപ്പൊക്കെ നിറഞ്ഞുകാണ്ട് ഒരു കുണ്ടുക്ക് ഇറങ്ങണം പോലെയാണ് കേട്ടോ. അപ്പം കണ്ടോ നമ്മളെ പുഴയൊക്കെ വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ വറ്റിക്കാണ്ട് വരണ്ടിക്കണു മക്കളെ. ഭയങ്കര കൊട്ടം വേനലല്ലേ. അപ്പം മഴയൊക്കെ കിട്ടാനായില്ലേ. ഏകദേശം സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്യണുണ്ടല്ലോ. നമ്മളെ സൗദി അറേബ്യയിലും അതേപോലെ കുറേ സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്തൊക്കെ മഴ വന്നു എന്ന് എൻ്റെ എത്താത്തൊക്കെ പറയണ കേട്ടോ. അപ്പം നമ്മളിവിടെ മലപ്പുറത്ത് എന്തെങ്കിലും പെയ്യും കരുതിക്കാണ്ട് കാത്തു നിൽക്കുകയാണ്. എന്താ വെച്ചാൽ എന്താ ചൂടില്ലേ, പെരും ചൂട്. ഇക്കോലം വെള്ളമൊക്കെ വറ്റി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചൂടിൻ്റെ ദമ്മുങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. അപ്പോൾ അതാക്കണ വെള്ളമൊക്കെ പറ്റ വറ്റിക്കണ് കേട്ടോ. നല്ല ആഴത്തിൽ നിൽക്കണ പുഴയാണ്. അപ്പം നമ്മൾ റിതു പോന്നിട്ടില്ല കേട്ടോ. അല്ലാത്തവരൊക്കെ പോന്നിട്ടുണ്ട്, കാക്കുണ്ട്. അപ്പോൾ കാക്കു ഇല്ലാതെ ഒന്നും അതിലെ പോകാൻ പറ്റൂല കേട്ടോ. ഒറ്റക്കൊക്കെ പേടിയല്ലേ, ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കണ്ട് അങ്ങനെയാണ് പോയത്. റിതു പന്തളിച്ചാനും പോയി, ഓന് പോരുന്നില്ല പറഞ്ഞു. അപ്പം രാവിലെ മക്കൾ പോരണം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തുകാണ്ട് അവൾ കണ്ണും ചിമ്മി പോന്നു. ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. അപ്പം എന്താ വിശേഷങ്ങളൊക്കെ? നമ്മളെ പുഴയേട്ടോ, പുഴയൊക്കെ വറ്റി വരണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ചും വെള്ളാകാരം. മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ, അതാ മോൾ ഭാഗം മുട്ടി നിൽക്കും, അത്ര വെള്ളമായിരിക്കും. ഇങ്ങോട്ടൊന്നും നിങ്ങൾ വരലില്ല കേട്ടോ. പണ്ടൊക്കെ വന്നിരുന്നു, എന്നെ കല്യാണം കഴിച്ചാൽ അന്ന് അതിലൊക്കെ വന്നിരുന്നു കേട്ടോ. നമുക്ക് വെള്ളത്തിന് ക്ഷാമമായിട്ട് പുഴയൊക്കെ നോക്കിയാൽ വറ്റി വരണ്ടിട്ടുണ്ട്. ആ പാറഭാഗം കണ്ടോ, ആ പാറഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാകലുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങാൻ തന്നെ പേടിയായിരിക്കും മഴക്കാലത്ത് കേട്ടോ. അത്ര വെള്ളമായിരിക്കും. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ കുറഞ്ഞ ആയൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല, കുട്ടികളൊക്കെ അല്ലേ. ഇവിടെ 1-2 കുട്ടികളൊക്കെ ഞാൻ വന്ന കാലത്തൊക്കെ കേട്ടോ, 15-16 കൊല്ലമായി ഞാൻ വന്നിട്ട്. അന്നത്തെ കാലത്ത് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും ആനക്കായ പുഴ തന്നെയാണ് ഇത് കേട്ടോ. ഇപ്പം അടുത്തൊരാൾ മരിച്ചു. നമ്മളെ പുഴ തന്നെയാണ് ആനക്കായം പുഴ. ഇതിങ്ങനെ കാളിവാവ്, കരുവാരക്കുണ്ട് ആ ഭാഗങ്ങൾക്കൊക്കെ പോണതാട്ടോ. പരപ്പനങ്ങാടി, കാളിയാവ് എല്ലാം കൂടി കൂട്ടി മുട്ടിക്കണ പുഴയാണ്. ഇവിടെയൊന്നും വെള്ളമല്ല. ഇവിടെയൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കും വെള്ളം. പേടിയാവും മേലക്ക് ഇങ്ങോട്ട് നിറഞ്ഞിട്ടേ. ആ മോൾ ഭാഗത്തേക്ക് മുട്ടുട്ടോ. മഴ പെയ്യുമ്പോൾ കലങ്ങിയ വെള്ളമായിരിക്കും. അവിടെ നിന്നൊന്നും നോക്കാൻ തന്നെ പേടിയാരും. ഇടിഞ്ഞ് വീഴ് കരുതിയിട്ട് ആരും വരല തന്നെയല്ല. വേനൽക്കാലത്തൊക്കെ വന്നിരുന്നു. ഇപ്പം അങ്ങനെ ആരും വരലില്ല. അപ്പം നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ആയില്ലേ. അന്ന് ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന കാലത്തൊന്നും ആവുന്നില്ല കേട്ടോ.
അപ്പം അന്നൊക്കെ കുളിക്കാനൊക്കെ വന്നിരുന്നു മുത്തച്ഛി താത്താളപ്പം. അപ്പം നമ്മളെ കാക്കും കുട്ടികളൊക്കെ നമ്മളെ ബേബിയാൾക്കൊക്കെ എന്താ അത് സംഭവം കരുതിയിട്ടേ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ബേബിയാളൊക്കെ കാണുന്നത്. ഒരാൾ ഇതാക്കണം കേട്ടോ, താഴെ ഇറങ്ങി പൊന്ന ഇറങ്ങിക്കാണ്ട് ഒരു കല്ലൊക്കെ എടുത്തു കേട്ടോ. നമ്മളെ പുഴയാണിത്. അപ്പം അങ്ങനെ പറയാം, വെള്ളമൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കൂലേ, നല്ല രസമായിരിക്കും. പുഴയൊക്കെ കണ്ട മക്കളെ, രണ്ടായിക്കട്ടോ. അവിടെ ആ ചാലുകൾ കൂടെ അങ്ങ് വെള്ളം വരുന്നുണ്ട്. ഇവിടെ നടുഭാഗത്തൊന്നുമില്ല വെള്ളം, പിന്നെ ആ സൈഡിൽ കൂടെ വരുന്നുണ്ടോ വെള്ളങ്ങൾ. പുഴ അങ്ങോട്ട് രണ്ടായി വിഭജിക്കുക. പിന്നെ അങ്ങേ തലക്കലുണ്ട് വെള്ളം. പിന്നെ നമ്മളെ മക്കളാക്കണം കേട്ടോ, അവിടെയൊക്കെ കളിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അവിടെയൊന്നും വെള്ളമല്ല കേട്ടോ, വെള്ളം അധികം ആയമൊന്നുമില്ല. ആയം പറഞ്ഞാൽ തീരല്ല. നമ്മളെ നെരിയാണികൾക്കൊക്കെയാണ് വെള്ളം, അത്ര ഉള്ളു വെള്ളം. അങ്ങോട്ട് പോരേ. എവിടെ ആ മുള കൊണ്ട് എന്തിനാ ഉണ്ടാക്കി വെച്ചോ ഇത്? അടിയാക്കാനപ്പോ ആ ഒരു ഭാഗം മാത്രം മതിയോ? ആ ഭാഗം മാത്രം മതി അപ്പൊ ഇടിഞ്ഞുക്കാന്. ആ കല്ലിട്ട് പൊന്തിച്ചണല്ലേ. അവിടെയൊക്കെ മുള കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മണ്ണ് ഇടിഞ്ഞിട്ടാണല്ലോ. പൊന്നൂസേ 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 ഇവിടെ പൊന്നൂസിന് ഭയങ്കര പേടിട്ടോ. അപ്പോൾ ഒരു 4 മണി 5 മണി സമയത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാനായി, 6:15 ആയി, ബാങ്കൊക്കെ കൊടുക്കാനായില്ലേ. അപ്പോൾ ഞങ്ങൾ പോട്ടെട്ടോ, കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ കാക്കു പറഞ്ഞു പോവാന്ന്. കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നുമില്ല. ഏതായാലും മക്കളെ കാട്ടി തൊലിച്ച് കാണ്ട് ചെന്നപ്പോത്തിനെ ഒരുപാട് നേരം വൈകിയിരിക്കണം കേട്ടോ. ബാങ്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.